സഞ്ജു വി സാംസൺ ഇന്ത്യൻ ലോകകപ്പ് ടീമിൽ അംഗമാകുന്നതിന്റെ ചർച്ചകളായിരുന്നു. അംഗമായതിനു ശേഷം അതിന്റെ സന്തോഷമൊക്കെയാണ് കേരളം മുഴുവൻ, ഒരുപക്ഷെ ഇന്ത്യയിലെ സഞ്ജുവിന്റെ ആരാധകരുമൊക്കെ. പക്ഷേ മലയാളികൾ അതിനേക്കാൾ ഏറെ ആഹ്ലാദിച്ച ഒരു മുഹൂർത്തമുണ്ട്. 2 മലയാളി വനിതാ താരങ്ങൾ ഒരുമിച്ച് ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുക. ആശാ ശോഭനയും സജന സജീവനും. ആശ, കുറെ നാളത്തെ കാത്തിരിപ്പാണ്, കുറെ നാളത്തെ ആഗ്രഹമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യൻ ജേഴ്സി, ആ ബ്ലൂ ജേഴ്സി അണിയുമുള്ള ഒരു വികാരം? നമ്മള് മടൽ ബാറ്റിൽ കളിച്ചു തുടങ്ങിയ കാലം മുതലേ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു നീലക്കുപ്പായം അണിയുക എന്നുള്ളത്. അപ്പൊ അത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും കുറെ വെയിറ്റ് ചെയ്തെങ്കിലും അത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. 2 വിക്കറ്റ് 2 കളിയിൽ, തുടർച്ചയായ 2 കളി 2 വിക്കറ്റോടെയാണ് അവസാനത്തെ 2 മത്സരം കളിച്ചത് അല്ലേ? അപ്പൊ അതെങ്ങനെ തോന്നി? ആ ഒരു നല്ലൊരു ഒരു അരങ്ങേറ്റമായിരുന്നു ശരിക്കും. അതെ അതെ, എനിക്ക് നല്ല ഹാപ്പി തന്നെയായിരുന്നു എന്റെ പെർഫോമൻസിൽ. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണമായിരുന്നു. എപ്പോഴും നമ്മൾ ആസ് എ ക്രിക്കറ്റർ നമ്മൾ നന്നായിട്ട് ചെയ്താലും നമ്മൾ കുറച്ചുകൂടെ ഹൈ ആയിട്ട് റേറ്റ് ചെയ്ത് അടുത്ത ഒരു ലെവലിലൂടെ ചെയ്യണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്വയം. അപ്പൊ ആ രീതിയിൽ നോക്കിയെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം. ഇനി അതിലോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യും. WPL-ലും വളരെ മനോഹരമായിട്ട് കളിച്ചു, ഒരുപാട് നല്ല പ്രകടനം വന്നു. അതിന്റെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിലേക്ക് വരാൻ കഴിയും. ഓഫ് കോഴ്സ് WPL കാരണമാണ് ഇപ്പൊ ഞാനും സജു ആണെങ്കിലും നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരുപാട് നമ്മൾ പെർഫോമൻസ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു വിസിബിലിറ്റി കിട്ടിയത് എനിക്ക് സജുവിനും അങ്ങനെ പല പ്ലെയേഴ്സിനും ഈ WPL കൂടെയാണ്. ഇടയ്ക്ക് കളിയൊക്കെ അങ്ങ് വിട്ട് ഒരു അർത്ഥസജീവമല്ലാതെയൊക്കെ പോയ സമയം ഉണ്ടായിരുന്നു. അതെ അതെ 2021 റെയിൽവേസ് ടീമിൽ നിന്ന് പുറത്തായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാൻ ഹൈദരാബാദിലോട്ട് നാട്ടിലോട്ട് പോണ വഴിക്ക് ഞാൻ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു. ഇങ്ങനെ എയർപോർട്ടിൽ നടന്നു പോകുന്നത്. എന്റെ വീഡിയോ ഇല്ല, എന്റെ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ അൺഫോർഗറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറിയിൽ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് പ്ലാൻ ചെയ്തു, ഇനി ഞാൻ തിരിച്ച് ഡൽഹിയിലോട്ട് വരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഡൽഹിയിലോട്ട് വരുന്ന RCB കുപ്പായം അണിഞ്ഞിട്ടായിരുന്നു ഡൽഹിയിലോട്ട്. അപ്പൊ അത് വളരെ ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഫേസ് ആയിരുന്നു എന്റെ ലൈഫിൽ. ആ ടീമിൽ നിന്ന് പുറത്തായപ്പോൾ കളി നിർത്താമോ എന്ന് ആലോചിച്ചു പോയി. അപ്പോഴും എന്റെ ഒരു ഫ്രണ്ട്, എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്, എന്റെ അണ്ടർ-19 ഇന്ത്യ ക്യാമ്പിലെ ടീംമേറ്റ് ശ്വേത മിശ്ര എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ നിർത്തല്ലേ, ഇനിയുണ്ട് നിനക്ക് സമയം എന്ന് പറഞ്ഞ് എന്നെ പോണ്ടിച്ചേരിയിൽ ഗസ്റ്റായിട്ട് വിളിച്ച് എന്നെ ക്യാപ്റ്റൻസി ഓഫർ ചെയ്ത് എന്നെ അവിടെ നിന്ന് കളിപ്പിച്ചു. അപ്പൊ അങ്ങനെ പല ഫേസ് എന്റെ ലൈഫിലും പല ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ എന്നെ പിടിച്ചു നിർത്താൻ. ഈ RCB-യുടെ IPL-ലെ പ്രകടനം നമ്മൾ കാണുന്നതാണ്. ഒരുപാട് നല്ല താരങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് ഒരു കപ്പടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സാധിച്ചു. എങ്ങനെയുണ്ട് RCB കപ്പടിച്ച ഒരു മൊമെന്റ്? എങ്ങനെയായിരുന്നു? വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം എസ്പെഷ്യലി മുംബൈ ഇന്ത്യൻസിന്റെ ആ സെമിഫൈനല് എലിമിനേറ്ററിൽ ലാസ്റ്റ് ഓവർ എറിഞ്ഞ ഞാനായിരുന്നു. അപ്പൊ സജിനെയൊക്കെ എന്റെ ബോള് ഫേസ് ചെയ്തപ്പോ എനിക്കറിയാം സജിന് എത്ര കാലിബർ ഉണ്ട്, അടിച്ചു വെളിയിൽ കളയെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും എന്തോ ആ സമയത്ത് നമ്മള് നന്നായിട്ട് ചെയ്തു, അതുകൊണ്ട് ജയിച്ചു. പക്ഷെ അതർവൈസ് MI നല്ലൊരു ടീമാണ്, അവര് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ആ പർട്ടിക്കുലർ ഡേയിൽ ആരാണ് ഇൻഫോം അവരെ ജയിക്കത്തുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വിരാട് കോഹ്ലിയായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നോ, കാണാൻ പറ്റിയിരുന്നോ? പിന്നെ RCB ഞങ്ങൾ കപ്പടിച്ചിട്ട് അടുത്ത ദിവസം തന്നെ RCB അൺബോക്സ് ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വരുമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ കയറി വരുമായിരുന്നു. അപ്പോ ഞാൻ ഷോക്കായത് വിരാട് കോഹ്ലിക്ക് എന്റെ പേരറിയാം. അതെ, ഞാൻ ഇങ്ങനെ എല്ലാരും കൈ കൊടുത്തു പോയി. അപ്പൊ എന്നെയും ശ്രേയങ്ക പാട്ടീലിനെ മാത്രം ഇങ്ങനെ പറഞ്ഞു വെരി വെൽ ബോൾഡ് ആശ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഷോക്കായി. കാരണം എന്നിട്ട് ശ്രേയങ്ക എടുത്തും പറഞ്ഞു, വേറെ ആർക്കെടുത്തും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിരാട് കോഹ്ലി ഞങ്ങളെ രണ്ടുപേരുടെ പേരറിയാം, അതില് എന്ത് പറയാനാ, ഭയങ്കര സന്തോഷമായിരുന്നു. സജിനെ എന്ത് കളിച്ചാലും ആ ഒരു ഒറ്റ സിക്സ് ആയിരിക്കും സജിനാന്ന് പേര് കേൾക്കുമ്പോൾ ഏത് ക്രിക്കറ്റ് പ്രേമി ആദ്യം ഓർക്കും. എന്തായിരുന്നു ആ സിക്സ് അടിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ? എന്തായിരുന്നു? പറഞ്ഞവരാണ് വന്നു അടിച്ചു. അല്ലല്ല, MIന്റെ ട്രയൽസിൽ പോകുമ്പോഴും അതിനുശേഷം MIന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തപ്പോഴും അവര് ഒരു എന്താണ് സജനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നെറ്റ്സിൽ പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ കോച്ചാണെങ്കിൽ തന്നെ ഷാലറ്റ് മാം ആണെങ്കിലും ജസ്റ്റ് ഫിനിഷർ എന്ന റോളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നെറ്റ്സിൽ പോകുമ്പോൾ ആദ്യം 2 ബോൾ മുട്ടുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആദ്യ ബോൾ തന്നെ ഹിറ്റിംഗ് തന്നെയായിരുന്നു. അപ്പൊ ഒരു ഫിനിഷർ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കുള്ള റോള് തന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്ത് വന്നതും നെറ്റ്സിലെല്ലാം. പക്ഷെ മാം പറഞ്ഞത് മാക്സിമം സജനക്ക് ഒരു 10 ബോൾ കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യ മാച്ചിൽ തന്നെ 1 ബോളാ കിട്ടിയത്. അപ്പോ അതിന്റെ ഒരു പ്രഷർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഒരു മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുക, ആ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ തീർച്ചയായും പ്രഷർ കാണും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി എന്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്നും ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്താൽ ഇതെന്റെ ലൈഫ് ചേഞ്ചിങ് ഒരു മൊമെന്റ് ആണെന്നും പിന്നെ ഇനി ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാനുള്ള അവസരം കിട്ടില്ല എന്നുള്ള വലിയ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി പോയത്. പിന്നെ 1 ബോൾ 5 റണ്ണാണ്, എന്തായാലും അതിനുവേണ്ടി പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ
എന്താ പറയാ, ആ നടക്കുന്ന ആ ഒരു ക്രീസിലേക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര പാട്ടൊക്കെ പാടി മോട്ടിവേറ്റ് ചെയ്ത് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഏത് പാട്ടാ പാടിയേ? അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഓർമ്മയില്ല. സോ അങ്ങനെ ഓരോന്നിങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ക്രീസിലെത്തിയപ്പോഴത്തേക്ക് എന്റെ പാർട്ട്ണർ അമൻ വന്നിട്ട് പറഞ്ഞു, സജു 4 അടിക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നെല്ലാം വേസ്റ്റ് ആയല്ലോ, 4 അടിച്ചാൽ മതിയോ, 6 അടിക്കണ്ട. അപ്പൊ ആ ഒരു ടോക്കിൽ കുറച്ച് എന്താ പിന്നെയും പ്രഷറായി, കാരണം 4 എന്റെ ഏരിയാസ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ ചിന്തിച്ച ആ ഒരു സെക്കൻഡിൽ നടക്കുന്ന ചിന്തകളാണ് ഞാൻ പറയുന്നത്. എന്റെ മനസ്സിൽ നടക്കുന്ന 4 ആണെങ്കിൽ അവിടേക്ക് അടിക്കാം, വൈഡ് ആണെങ്കിൽ തൊടരുത്, ഒരുപാട് ചിന്തകൾ. അതിനുശേഷം ഞാൻ ഗാർഡ് എടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒന്നുമില്ല, ബോള് നോക്കുക, ഇത് മുൻപ് ചെയ്തിട്ടുള്ളതാണ്, അടിച്ചിട്ടുള്ളതാണ്, എന്നെ കൊണ്ട് പറ്റും. ബോൾ നോക്കുക, ബോൾ എവിടെയാണോ അവിടെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക, ബോൾ ത്രൂ ദ ലൈൻ അടിക്കുക. ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് പോയത്. സോ കറക്റ്റ് അങ്ങനെ ഒരു ബോൾ വരുന്നു, ഞാൻ കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു 6 ആ ഒരു 6 കാരണമാണ് സജനേനെ അറിയപ്പെടാൻ തുടങ്ങിയത് മുംബൈ ഇന്ത്യൻസും അതേപോലെ പുറത്തുള്ള ആൾക്കാർ. ആ ഒരു 6ഉം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസും ഒക്കെ ഈ ഇന്ത്യൻ ടീമിലേക്കുള്ള വലിയൊരു വഴിയായി. ഈ ആ ഒരു 6 വേറെ ഏതെങ്കിലും ലെവലിൽ ഇങ്ങനെ ലാസ്റ്റ് ബോളിൽ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഈ 4-5 റണ്ണൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ലെവലിൽ? ഉണ്ട്. ആശ ചേച്ചിന്റെ ക്യാപ്റ്റൻസിയിൽ കേരള ടീമിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് കേരള ടീമിന്റെ സ്ഥിരം എന്താ പറയുക ഒരു പ്ലെയറായി അല്ലെങ്കിൽ സ്ഥിരം സാന്നിധ്യമായി മാറുന്നത് അങ്ങനെ ഒരു ഷോട്ടിലൂടെയായിരുന്നു ഹൈദരാബാദിനെതിരെ. അപ്പൊ അങ്ങനെ ഒരു ബോളിൽ 4 റണ്ണായിരുന്നു ജയിക്കാൻ വേണ്ടത്. ഇതേപോലെ തന്നെ കണ്ണുംപൊട്ടി ഒറ്റയടി 4 റണ്ണ് ജയിച്ചു. അപ്പോഴും ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു 4 റണ്ണ് കേരള ടീമിന്റേക്ക് ഉള്ള ഒരു വഴിത്തിരിവായി, ഈ ഒരു 6 റണ്ണ് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വഴിത്തിരിവായി. എങ്ങനെയായിരുന്നു ആ 6 അടിച്ചപ്പോ ഡഗ് ഔട്ട് ചെയ്യുന്നു ക്യാമ്പിൽ നിന്നൊക്കെയുള്ള ഒരു റെസ്പോൺസ് എന്തായിരുന്നു? നമ്മൾ കുറെ കണ്ടതാണ് ടിവിയിൽ, എന്നാലും ഞാൻ ഉള്ളിൽ നിന്നപ്പോ ഞാൻ ആരും ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഫീൽഡേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഫുൾ ഓഡിയൻസും ബ്ലൈൻഡ് ആയിരുന്നു. ശരിക്കും ആ ഒരു പ്രഷർ എന്തായാലും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പക്ഷെ എല്ലാരും ഒരുപാട് ആൾക്കാർ പറഞ്ഞു സജന നടന്നു പോകുമ്പോ ആ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോ ഞങ്ങൾക്ക് അറിയാം നീ അടിക്കുന്നു. എനിക്കല്ലേ അറിയൂ, എനിക്കറിയായിരുന്ന ക്യാമറക്കാർ മൊത്തം സജനേന്റെ എന്നെയായിരിക്കും. പക്ഷെ ബോഡി ലാംഗ്വേജ് അത് വലിയൊരു മാറ്ററാണ്. ഒരു എന്താ പറയാ ഒരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ബോഡി ലാംഗ്വേജ് ഭയങ്കര മാറ്ററാണ്. സോ അത് കഴിഞ്ഞിട്ട് അവര് ഹരിതി എന്താ പറയാ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു. അപ്പൊ ആ ഒരു ഞാൻ കാരണമാണ് ഹരിതി അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. പ്രാക്ടീസിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസം, അവര് തന്ന ഒരു വിശ്വാസം, പിന്നെ എന്നിലുള്ള വിശ്വാസം കൂടെ കൂടുതൽ എന്താ പറയാ എനിക്കൊരു അവർക്ക് കൊടുക്കാൻ പറ്റി, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് കൊടുക്കാൻ പറ്റി. ഇന്ത്യൻ ക്യാമ്പിൽ വന്നപ്പോൾ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ഈ WPL-ന്റെ ആ ഒരു എന്താ പറയാ ഇതെല്ലാം കഴിഞ്ഞു പറഞ്ഞ ആ ഒരു WPL തന്നെ എന്നെയും ആശിച്ചിനൊക്കെ ഒരുവിധം എല്ലാ സിറ്റുവേഷനിലൂടെയും കടന്നു. അപ്പൊ ആ ഒരു പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോ തന്നെ അവര് നമുക്ക് തന്ന ഒരു എന്താ പറയാ എന്താ ശരി പറയാ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്പേസ്, അതേപോലെ ഞങ്ങളുടേതായ ഒരു ഡെബ്യൂട്ടന്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും അവര് നമ്മള് എന്താ പറയാ നമ്മളെ കണ്ടിട്ടില്ല. നമ്മളുടേതായ എന്താ പറയാ എല്ലാരും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെയല്ല, എന്നാലും ഒരു ടീമായി നിൽക്കുമ്പോൾ പുതിയ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങൾ ഇന്നവരെ ഒരു പ്രഷറായിട്ട് അവര് ആ ഒരു എന്താ പറയാ ഇന്ത്യൻ ടീമിന്റെ കൂടെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു പ്രഷർ തന്നിട്ടില്ല. എല്ലാവരും ഒരു ജെല്ലായി ഒരു ടീമായിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സജനയുടെ 6 ഹോട്ടൽ റൂമിൽ ഇരുന്ന് കണ്ടു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാമോ? അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. നമ്മൾ വലിയ സ്ക്രീനൊക്കെ ഇട്ടാ കാണുന്ന WPL ടീം റൂമില്. അപ്പോഴാണ് ലാസ്റ്റ് ബോളിൽ 6 അടിക്കാൻ വേണ്ടി നമ്മളെ സജന വരുന്നത്. അപ്പോൾ എല്ലാരും അയ്യോ MI തോറ്റ്, ഇനി ഇപ്പൊ എന്തിനു കാണുന്നതെന്ന് പറഞ്ഞ് എന്തായാലും തോറ്റു, കളി തീർന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല സജന വിൽ ഹിറ്റ് 6 എന്ന് പറഞ്ഞു. അപ്പൊ വൈ ഡു യു സേ ദാറ്റ് എന്ന് ചോദിച്ചു. ബിക്കോസ് ഐ നോ ഹെർ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ബോളിൽ സജു 6 അടിക്കുകയും ചെയ്തു, ഞാനെടുത്ത് ചാടുകയും ചെയ്തു. എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ദാറ്റ് വാസ് എ കോൾ എന്ന് പറഞ്ഞ് എല്ലാരും എനിക്ക് വന്ന് കൈ തരുന്നു, ഞാൻ 6 അടിച്ച പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു ബിക്കോസ് ഐ നോ ഹെർ. അവള് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ടാണ്, ലാസ്റ്റ് ബോൾ ഒരു ബൗണ്ടറി. അത് മാത്രമല്ല സജനയെ പറ്റി പറയുകയാണെങ്കിൽ സജനയുടെ ഒരു വളരെ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ആക്ച്വലി പറയാമെങ്കിൽ. കാരണം ആള് ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കണ്ടിന്യൂസ്ലി പെർഫോം ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ ആൾക്കും വേണ്ടത്ര ഒരു ഇതുവരെ എക്സ്പോഷർ കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഈ WPL കാരണം ആളുടെ ലൈഫും ചേഞ്ചായി. അത് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ രണ്ടുപേരും വരുന്ന ഓൾമോസ്റ്റ് സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പൊ നമ്മളെ എമോഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ 2 മലയാളികൾ ടീമിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷം കളിക്കുമ്പോൾ
സഞ്ജു ക്യാപ്റ്റനാണ്. ദേവദത്ത് പടിക്കലെ കളിക്കുന്നുണ്ട്. സഞ്ജു വരും മലയാളത്തിൽ പറയും ദേവ എന്നൊക്കെ വിളിച്ചിട്ട് റോബിൻ ഉത്തപ്പ കളിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ ഫീൽഡിൽ മലയാളം സംസാരിച്ച് എന്തെങ്കിലും അനുഭവമോ മറ്റുള്ളവർക്ക്? ഞങ്ങൾ മലയാളമേ സംസാരിക്കാറുള്ളൂ, അവരെയും കൂടെ മലയാളം സംസാരിപ്പിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ എല്ലാരെയും, ഹാരി പാച്ചിനെ ക്യാപ്റ്റനെയൊക്കെ ഞങ്ങള് ഫുള്ള് മലയാളം ഇരുത്തി സംസാരിപ്പിക്കും ഫുള്ള്. ഞങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവര് ചോദിക്കും എന്താ പറഞ്ഞേ. അപ്പൊ ഒരു 10-15 ദിവസം എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഒരു സുഖമാണോ ഞങ്ങൾ പഠിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്യുക അങ്ങനത്തെ കുറച്ച്. അപ്പൊ അവർക്ക് മലയാളം എല്ലാവർക്കും പഠിക്കാൻ ഒരുവിധം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറയുന്നത് എന്താന്ന് മനസ്സിലായല്ലോ. ഇപ്പൊ ചേച്ചി ബോൾ ചെയ്യുകയാണെങ്കിലും ഞാൻ ബാറ്റ് ചെയ്യണം, ഞങ്ങള് പുറത്തുനിന്ന് വിളിച്ചു പറയുന്നത് മലയാളത്തിലായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ചോദിക്കും എന്താ പറഞ്ഞേ. ഞങ്ങൾ മാക്സിമം മലയാളത്തിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഞങ്ങളുടെ ഭാഷ അല്ലാണ്ട് വേറെ നല്ലൊരു ഭാഷ ആ ടീമിലില്ല. മലയാളം പഠിച്ചു ആരെങ്കിലും ഒക്കെ? ഇല്ല, മലയാളം അത്ര പഠിച്ചിട്ടില്ല. എന്നാലും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഠിപ്പിക്കാൻ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. തീർച്ചയായും പഠിപ്പിക്കാനും പഠിക്കാനും ഒരുപാട് സമയം കിടക്കുകയാണ്. നമ്മള് നേരത്തെയൊക്കെ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി എന്നൊക്കെ പറയുമ്പോൾ ടിനിയോ ഹനാൻ വന്നു, അതിനുശേഷം ശ്രീശാന്ത് വന്നു, സഞ്ജു വന്നും പോയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഓരോ ആളുകൾ അങ്ങനെ രണ്ട് മലയാളികൾ ഒരുമിച്ച് വന്നു. മിന്നുമണിയും ടീമിലെ തൊട്ടു മുമ്പ് കളിച്ചിരുന്നു. അപ്പൊ 3 മലയാളികളൊക്കെ ഏത് നിമിഷവും ഇന്ത്യൻ ടീമിൽ ഒരുമിച്ച് വരാന്നുള്ളത് അതെങ്ങനെ തോന്നുന്നു കേരള ക്രിക്കറ്റ് വളർച്ച? ശരിക്കും എനിക്ക് തോന്നുന്നു ഇനി വരും വർഷങ്ങൾ അതൊരു, ഇപ്പൊ നമുക്ക് വളരെ ഒരു വലിയ ന്യൂസായിട്ട് തോന്നുന്നെങ്കിൽ ഇനി വരും വർഷങ്ങൾ അതൊക്കെ ഒരു നോർമൽ ന്യൂസായി മാറണം. കാരണം ഒരു 4 മലയാളികൾ ഒരുമിച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്, കർണാടകയെ കളിക്കും, തമിഴ്നാട് കളിക്കും. ഓഫ് കോഴ്സ് അതിപ്പോ ഓൾറെഡി ഓൾമോസ്റ്റ് വിമൻ ക്രിക്കറ്റിൽ സ്പെസിഫിക്കലി അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങൾ ഒരു 4 മലയാളികൾ ഇന്ത്യൻ ടീമിൽ ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ അതൊരു നോർമലായി മാറും. അത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. മലയാളം കൂടുതൽ ഗ്രൗണ്ടിൽ കേൾക്കും. തീർച്ചയായും കേൾക്കും ഭാവിയിൽ. ഓസ്ട്രേലിയൻ ടീമൊക്കെ വരുമ്പോഴാണ് മലയാളത്തിൽ നമുക്കൊന്ന് വരട്ടാനൊക്കെ പറ്റുമോ? സ്ലെഡ്ജിങ് മലയാളത്തിലായാലും. സ്ലെഡ്ജിങ് മലയാളത്തിലാവാം. പിന്നെ ഒരുപാട് അവര് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് പിന്നെ കരയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരുപാട് മലയാളം റീൽസുകൾ എടുക്കണം. ഭാവിയിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. നമ്മുടെ സഞ്ജു ചേട്ടൻ ചാനലിനൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഞാനും ആശ ചേച്ചി അവരെ വെച്ച് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് വൈറലാവാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഇനി കേരള ടീം കുറച്ചും കൂടെ ഒരു സ്റ്റാർ ടീമായി മാറുകയാണ്. ആശാ ശോഭയൊക്കെ കളിക്കും, സജിനയൊക്കെ നേരത്തെ മിന്നുമണിയുണ്ട്. എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ കേരളം കുറച്ചുകൂടെ ബെറ്റർ ടീം ആവില്ലേ? കേരളത്തിന് മുന്നോട്ടുള്ള പോക്കെ വേറെ ഏതെങ്കിലും പുതിയ കുട്ടികൾ ഇതുപോലെ ഈ ലെവലിലേക്ക് വരാൻ കഴിവുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പൊ ഞാനും സജു ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ തന്നെ മിന്നു ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഗസ്റ്റ് പ്ലെയർ അരുന്ധതി റെഡ്ഡി ഉണ്ട്, ഇന്ത്യ പ്ലെയർ. പിന്നെ നജില ഇപ്പൊ ഓൾറെഡി അണ്ടർ-23 ഇന്ത്യ ക്യാമ്പിലാണ്. അപ്പൊ ജോഷിതയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ മിസ് ചെയ്താണ്. ജോഷിത നല്ലൊരു ഫാസ്റ്റ് ബോളറാണ്, ഡൽഹി ക്യാപിറ്റൽസിന്റെ നെറ്റ് ബോളറാണ്. അപ്പൊ ജോഷിത എല്ലാരും വന്നു കഴിയുമ്പോൾ ടീം അങ്ങ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പല ഇന്റർവ്യൂകളിലും പറഞ്ഞ പോലെ, കേരള ടീം പോലെ ഓൾറൗണ്ടേഴ്സ് ഒരുപാടുള്ള ഒരു ഡൊമസ്റ്റിക് സൈഡ് വേറെ ഇല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇന്ത്യയിൽ വേറെ ഒരു ഡൊമസ്റ്റിക് സൈഡും ഇല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ അടുത്ത 1-2 വർഷത്തിൽ നമുക്ക് ഏതെങ്കിലും T20 വൺ ഡേസിലോ കപ്പടിക്കേണ്ട വളരെ ഹൈ ചാൻസ് ഉണ്ട്. അതുതന്നെയാണ് കേരള ക്രിക്കറ്റ് എത്രത്തോളം വളർന്നു അല്ലെങ്കിൽ എത്രത്തോളം വളരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2 ഇന്ത്യൻ താരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. മിന്നുമണിയും ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ്. അത്തരത്തിൽ കൂടുതൽ താരങ്ങൾ, ഒരുപക്ഷെ ഇവർ പറഞ്ഞ പോലെ മലയാളം ശബ്ദം, മലയാള വാക്കുകൾ ഗ്രൗണ്ടിൽ ഉറക്കെ കേൾക്കുന്ന തരത്തിലേക്ക് മലയാളി താരങ്ങൾ കൂടുതൽ ഇന്ത്യൻ ടീമിലേക്ക് വരും. അതിനുള്ള ഏറ്റവും വലിയ പ്രചോദനമായി മാറുകയാണ് നമുക്കൊപ്പമുള്ള ഈ 2 താരങ്ങൾ.